भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 845 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 21 അധ്യായത്തിൽ 36 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു, ശബ്ദബ്രഹ്മ സുദുർബോധം പ്രാണേന്ദ്രിയ മനോമയം അനന്തപാരം ഗംഭീരം ദുർവിഗാഹ്യം സമുദ്രവൽ. ശബ്ദബ്രഹ്മ, ശബ്ദബ്രഹ്മ എന്ന് പറഞ്ഞ വേദം, അത് സുദുർബോധം, അറിയാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് വേദം. പ്രാണേന്ദ്രിയ മനോമയം, പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ് ഇവയുടെ സ്വരൂപത്തിലിരിക്കുന്ന സമുദ്രവത്ത്, സമുദ്രം എന്ന പോലെ, അനന്തപാരം, കരകാണാത്തതും, ഗംഭീരം, ആഴമേറിയതും, ദുർവിഗാഹ്യം, പ്രവേശിക്കാൻ കഴിയാത്തതും ആണ്. വേദം ഒരു സമുദ്രം പോലെയാണ് എന്ന് പറയുകയാണ്. ഈ വേദത്തെ അറിഞ്ഞ ജൈമിനി മുതലായ മഹർഷിമാർ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ എന്നാണെങ്കിൽ പറയുകയാണ്, ഈശ്വരനല്ലാതെ മറ്റാർക്കും വേദത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല. വളരെ പ്രയാസമാണ് എന്നുള്ളത് ആ അഭിപ്രായം ഉള്ളിൽ വെച്ചും കൊണ്ടാണ് വളരെ കുറച്ച് അതിനെക്കുറിച്ച് പറയണത്. രാഗാദി മാലിന്യങ്ങളില്ലാത്ത ആളുകൾ, അവരാണ് ഈശ്വരതുല്യർ. അവർക്ക് മാത്രമാണ്, സാധാരണക്കാർക്ക് വേദം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് വരുന്നു. അപ്പോൾ ബ്രഹ്മം ശബ്ദരൂപമായി വിളങ്ങുന്നത് കൊണ്ട് വേദത്തെ ബ്രഹ്മമെന്നും ശബ്ദമെന്നും അത് ചേർത്ത് ശബ്ദബ്രഹ്മം എന്നും പറയുന്നു. ഈ ശബ്ദം 2 തരത്തിലുണ്ട്, സൂക്ഷ്മമായതുകൊണ്ട് സ്ഥൂലമായതുകൊണ്ട്. അപ്പം ശബ്ദത്തിൻ്റെ സ്വരൂപവും അർത്ഥവും ധരിക്കാൻ പ്രയാസമാണ്. ആദ്യം ആ സൂക്ഷ്മ ശബ്ദം പ്രാണസ്വരൂപമായിട്ട് മാറി, അപ്പോൾ അതിന് പേര് പര എന്നാണ്. പിന്നെ മനോമയമായി മാറി, അപ്പോൾ പശ്യന്തി. പിന്നെ വാഗീന്ദ്രിയ പ്രധാനമായിട്ട് വാക്കിനെ പ്രകാശിപ്പിക്കുന്ന രീതിയിലെത്തിയപ്പോൾ
ഇന്ദ്രിയമായി മാറി അതിന് മധ്യമ എന്ന് പേര്. ശബ്ദം ഈ വാഗീന്ദ്രിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ശ്രോത്രേന്ദ്രിയത്തിന് അത് വിഷയമാവുള്ളൂ, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനാണ് വൈഖരി എന്ന് പേര്. അപ്പോൾ ഒരു ശരീരത്തിൽ പ്രാണൻ ഇരിക്കണു, അതെല്ലാവർക്കും അനുഭവമുണ്ട്. എല്ലാത്തിലും ഇരിക്കുന്ന പ്രാണന്റെ ഒട്ടാകെയുള്ള തുകയ്ക്ക് സമഷ്ടിപ്രാണൻ എന്ന് പറയുന്നു. ഈ സമഷ്ടിപ്രാണന് കാലദേശങ്ങൾക്ക് അവധിയില്ലാത്തത് കൊണ്ട് അനന്തപാരം എന്ന് സമഷ്ടിപ്രാണനെ പറയുന്നു. അപ്പോൾ പ്രാണസ്വരൂപമായിരിക്കുന്ന പര എന്ന ശബ്ദബ്രഹ്മം അനന്തപാരമാണ് എന്ന് പറയും. അതിൻ്റെ അർത്ഥവും സാധാരണ ബുദ്ധിയിൽ മനസ്സിലാവില്ല. അപ്പം അത് വളരെ ആഴത്തിലാണെന്നുള്ളത് കൊണ്ടാണ് നേരത്തെ സമുദ്രവുമായി അവിടെ ഈ വേദത്തെ ഉപമിച്ചത്. സാധാരണ സമുദ്രവും ശബ്ദബ്രഹ്മവും ഏകദേശം ഒരുപോലെയാണ്. സാധാരണ സമുദ്രത്തിലേക്ക് കടക്കുക, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ ഈ സമുദ്രത്തിൽ മുതലകളുണ്ടാവും, തിമിംഗിലങ്ങളുണ്ടാവും, ദുഷ്ടജന്തുക്കളുണ്ടാവും. അതേപോലെ തന്നെ വിലമതിക്കാൻ കഴിയാത്ത പല രത്നങ്ങളും സമുദ്രത്തിൻ്റെ ഉള്ളിലുണ്ട്. അടിയിൽ മുങ്ങിയെത്താൻ സാധിക്കുന്നവർക്ക് മാത്രമേ രത്നം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സമുദ്രത്തിൽ ഇറങ്ങി സഞ്ചരിക്കുക എല്ലാവർക്കും കഴിയില്ല. അതേപോലെ തന്നെ കപ്പലും അതിനുള്ള സാമഗ്രികളും അറിവും ഒക്കെ ഉള്ള ആളുകൾക്ക് അതിലിറങ്ങി സഞ്ചരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതേപോലെ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഉപയോഗമുള്ള സാധനങ്ങൾ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതേപോലെ അറിയാൻ പ്രയാസമായ വേദത്തെ അതിൻ്റെ അർത്ഥം അതിനിർമ്മലമായ മാലിന്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത, രാഗാദി മാലിന്യങ്ങൾ നശിച്ച ഉത്തമനായ ഒരു സജ്ജനത്തിന് മാത്രമേ ഇത് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ആദ്യത്തെ മൂന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പരാ, പശ്യന്തി, മധ്യമ എന്നിവ വൈഖരി മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അപ്പോൾ ആദ്യത്തെ മൂന്നും ദേഹത്തിൻ്റെ അന്തർഭാഗത്താണ്. അവയുടെ സ്വരൂപത്തെയോ അർത്ഥത്തെയോ മനസ്സിലാക്കാൻ കഴിയില്ല. വൈഖരി എന്ന ശബ്ദത്തെ മനുഷ്യൻ ഉച്ചരിക്കുന്നു. ഇനി ആ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥവും പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് വേദാർത്ഥത്തെ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഓരോരുത്തരും വേദത്തെ അറിഞ്ഞിട്ടല്ല, അവർക്ക് അറിയാൻ കഴിഞ്ഞതുപോലെ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ബുദ്ധിക്ക് അതിൻ്റെ ശരിയായ അർത്ഥം അറിയാൻ ശക്തി ഉണ്ടാക്കാത്തത് കൊണ്ട് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, മയോപബൃംഹിതം ഭൂമ്ന ബ്രഹ്മണാനന്ദശക്തിന ഭൂതേഷു ഘോഷരൂപേണ വിശേഷൂർണേവ ലക്ഷ്യത്തെ. അനന്തശക്തിന ഭൂമ്ന, അവസാനമില്ലാത്ത ശക്തിയോടും എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മണാമയ, ബ്രഹ്മമായ എന്നാൽ ഉപബ്രംഹിതം, അധിവസിക്കപ്പെട്ടതായിട്ട്, വിശേഷു ഊർണ ഇവ, താമരവളയങ്ങളിൽ നൂല് എന്നതുപോലെ, ഭൂതേഷു, ഭൂതങ്ങളിൽ ഘോഷരൂപേണ ലക്ഷ്യത്തെ, ശബ്ദസ്വരൂപമായിട്ട് അറിയുന്നു. അന്തര്യാമിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അപരിച്ഛിന്നനായി, വികാരരഹിതനായി, അനന്തമായ ശക്തിയോടുകൂടി ആ ശബ്ദത്തിൽ അധിവസിക്കുന്ന ഞാൻ എല്ലാ ഭൂതങ്ങളിലും നാദരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് അതിസൂക്ഷ്മ ബുദ്ധിയുള്ള മനീഷികൾക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. താമരത്തണ്ടിനുള്ളിൽ സൂക്ഷ്മമായിരിക്കുന്ന നൂലിനെ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതേപോലെ ദേഹാന്തർഭാഗത്ത് ശബ്ദസ്വരൂപേണ ഞാൻ ഉണ്ട് എന്നുള്ളത് മനസ്സിരുത്താൻ ശക്തിയുള്ള യോഗികൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. യഥോർണനാഭിഹൃദയാദൂർണാമുദ്വമതേ മുഖാൽ ആകാശാൽ ഘോഷവാൻ പ്രാണോ മനസാ സ്പർശരൂപിണ. ഭഗവാൻ പറയുകയാണ്, ഊർണനാഭി ഹൃദയാത്, എട്ടുകാലി ഉള്ളിൽ നിന്ന്, മുഖാത് ഊർണാം യഥാ ഉദ്വമത്തെ, മുഖത്തിൽ നിന്ന് നൂലിനെ എങ്ങനെയാണോ പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നത്, ഘോഷവാൻ പ്രാണഹ, നാദരൂപമായ പ്രാണൻ ആകാശത്തിൽ നിന്ന് സ്പർശരൂപിണ മനസ്സ, സ്പർശരൂപിയായിരിക്കുന്ന മനസ്സിൽ കൂടി വാചം സൃജതി, വാക്കിനെ സൃഷ്ടിക്കുന്നു. വാചം സൃജതി,
ശബ്ദത്തിൻ്റെ ആദ്യത്തെ 3 രൂപവും 3 ഭാവവും അകത്താണെന്ന് പറഞ്ഞു. അത് വളരെ സൂക്ഷ്മമാണ്. അതിസൂക്ഷ്മ ബുദ്ധികൾക്ക് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ സ്ഥൂലമായിരിക്കുന്ന വൈഖരിയോ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ഏതുപോലെ എട്ടുകാലി ഊർണനാഭി, എട്ടുകാലി ആ പ്രാണിയുടെ ഉള്ളിൽ നിന്നും വളരെ സൂക്ഷ്മമായ ഒരു നൂലിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. മുഖത്തിൽ കൂടി ആ നൂലിനെ പ്രാണി വെളിയിലേക്ക് കൊണ്ടുവന്ന് അതുകൊണ്ട് വല ഉണ്ടാക്കുന്നു. ഇതേപോലെയാണ് വാക്കിൻ്റെയും ഉൽപ്പത്തി എന്നാണ്. പ്രാണനാകുന്ന ഉപാധിയിൽ കൂടി അനുഭവപ്പെടുന്ന സമഷ്ടി ചൈതന്യത്തിനെ ഹിരണ്യഗർഭൻ എന്നാണ് വിളിക്കുക. അങ്ങനെ ഭഗവാൻ ഹിരണ്യഗർഭൻ അമൃതസ്വരൂപനും ഛന്ദോമയനുമാണ്. ആ ഭഗവാനാണ് നാദരൂപമായിട്ട് ചലിക്കുന്നത്. ആ നാദത്തിന് ആസ്പദമായിട്ടുള്ളത് എന്താ? അത് ആകാശമാണ്. അതാണ് ഹൃദയാകാശം എന്ന് പറയുന്നത്. അതിൽ ചലനമുണ്ടാവുന്നു. ആ ചലനത്തെ മനസ്സ് എന്ന് പറയുന്നു. ഈ മനസ്സിൽ കൂടി ശബ്ദബ്രഹ്മസ്വരൂപമായിരിക്കുന്ന വാക്കിനെ സൃഷ്ടിക്കുന്നു. ശബ്ദം വാക്കാകുന്ന സ്വരൂപത്തെ എടുക്കുമ്പോൾ മാത്രമേ അല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അല്ലേ? ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഈ വാക്കുകൾ അക്ഷരങ്ങളായി ചേർച്ചയുണ്ടാവുന്നു. അപ്പം ശബ്ദം അക്ഷരങ്ങളായി മാറി. കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾക്ക് സ്പർശങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ വർണ്ണങ്ങളുടെ സ്വരൂപത്തെ സങ്കല്പിക്കാനുള്ള ശക്തി മനസ്സിലിരിക്കുന്നത് കൊണ്ട് മനസ്സ് സ്പർശരൂപിയാണ് എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഛന്ദോമയോമൃതമയ സഹസ്രപദവിം പ്രഭു ഓങ്കാരാൽ വ്യഞ്ജിത സ്പർശ സ്വരോഷ്മാന്തസ്ഥഭൂഷിതാം. ഛന്ദോമയ വേദസ്വരൂപനും അമൃതസ്വരൂപനും അമൃതമയ മോക്ഷസ്വരൂപനുമായ പ്രഭു, എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ സമർത്ഥനായ ഹിരണ്യഗർഭൻ ഓങ്കാരാൽ വ്യഞ്ജിത സ്പർശ സ്വരോഷ്മാന്തസ്ഥഭൂഷിതാം. ഓങ്കാരത്തിൽ നിന്ന് സ്പർശങ്ങൾ, സ്വരങ്ങൾ, ഊഷ്മാക്കൾ, അന്തസ്ഥങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ട സഹസ്രപദവിയും പ്രാപ്താം, അനേക മാർഗങ്ങളെ പ്രാപിച്ചതായിട്ടുള്ള വാക്കിനെ വാചം സൃജതി, വാക്കിനെ സൃഷ്ടിക്കുന്നു. ഹൃദയാകാശത്തിൽ സമവായ സംബന്ധേന സ്ഥിതി ചെയ്യുന്ന നാദം വേദത്തിൻ്റെ സമഷ്ടി സൂക്ഷ്മസ്വരൂപമാണ്. ആ നാദത്തിൽ നിന്നാണ് എല്ലാ അക്ഷരങ്ങളും ഉണ്ടായത്. അങ്ങനെ ഈ സമഷ്ടി ശബ്ദസ്വരൂപത്തിന് ഓംകാരം എന്ന് പറയുന്നു. ആ, ഊ, മാ എന്നിവ ചേർന്നത്. അപ്പോൾ ശബ്ദബ്രഹ്മത്തിൻ്റെ ആദ്യമായിട്ടുള്ളത് ഇതാണ്. സകല മന്ത്രങ്ങളുടെയും മൂലാക്ഷരമാണ് ഈ പ്രണവം. അതിനെ ബ്രഹ്മവാചകം എന്ന് പറയുന്നു. ഇതിൽ നിന്ന് അകാരാദികളാകുന്ന 16 സ്വരങ്ങൾ, കാ മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങളായ സ്പർശങ്ങൾ, ഷാ, ഷ, സാഹ എന്നിങ്ങനെ 4 അക്ഷരങ്ങളായ ഊഷ്മാക്കൾ, യാ, ര, ല, വ എന്നിങ്ങനെ അക്ഷരങ്ങളായ അന്തസ്ഥങ്ങൾ, എങ്ങനെ പല മാർഗത്തിൽ കൂടി വാക്ക് പ്രവഹിക്കുന്നു. ആ വാക്കിനെ സൃഷ്ടിച്ചത് ഹിരണ്യഗർഭനാണ്. അതുകൊണ്ടാണ് വേദം ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. സകല ജീവരാശികളും ബ്രഹ്മത്തിൽ നിന്ന് ജനിച്ചതുപോലെ സകല വാക്കുകളും ശബ്ദബ്രഹ്മരൂപമായിരിക്കുന്ന വേദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓങ്കാരത്തിൽ നിന്ന് ജനിച്ചു. വിചിത്ര ഭാഷാവിതതാം ഛന്ദോഭിശ്ചതുരുത്തരൈ അനന്തപാരാം ബൃഹതിം സൃജത്യാക്ഷിപതേ സ്വയം. ചതുരുത്തരൈ ഇവിടെ പറയുകയാണ്, 4 അക്ഷരങ്ങളുടെ ആധിക്യത്തോടുകൂടിയ ഛന്ദോഭി, ഛന്ദസ്സുകളാൽ, വിചിത്ര ഭാഷാവിതത പലതരത്തിലുള്ള ഭാഷകളായിട്ട് വിസ്തരിക്കപ്പെട്ടതും, അനന്തപാരാം അവസാനം കാണാൻ കഴിയാത്തതും, ബൃഹതിം സ്ഥൂലവുമായ വാക്കിനെ സ്വയം സൃജതി ആക്ഷിപത്തെ ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു, അതിനെ സംഹരിക്കുകയും ചെയ്യുന്നു. വൈദികം ലൗകികം എന്നിങ്ങനെ പല ഭേദങ്ങളോടുകൂടിയ 4 അക്ഷരങ്ങളുടെ അഭിവൃദ്ധിയോടുകൂടിയ ഛന്ദസ്സുകൾ അവിടെ പരിച്ഛേദിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ര മഹത്വമായിരിക്കുന്ന വാക്കിനെ ഭഗവാൻ പറയുകയാണ്, ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു, ഞാൻ തന്നെ സംഹരിക്കുന്നു. ഗായത്രിഷ്ണീകനുഷ്ടുപ്ച ബൃഹതി പങ്ക്തിരേവ ച തൃഷ്ടുബ്ജഗദ്യ അതിച്ഛന്ദോ ഹ്യത്യഷ്ട്യ അതിജഗദ്വിരാട്.
ഇവിടെ പറയാണ് 24 അക്ഷരങ്ങളോട് കൂടിയതിന് ഗായത്രി എന്ന് പറയുന്നു. പിന്നെ 4 അക്ഷരങ്ങൾ കൂടുമ്പോൾ ഓരോ ഛന്ദസ്സുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ 28 അക്ഷരം. ഗായത്രി ഉഷ്ണിക്, ഉഷ്ണിക് എന്നുള്ളതാണ് 28 അക്ഷരം. പിന്നെ ഒരു 4 കൂടി കൂടിയാലും 32. അതിന് അനുഷ്ടുപ്പ് എന്ന് പറയും. ഭാഗവതത്തിലെ ഒരുപാട് ശ്ലോകങ്ങൾ അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അനുഷ്ടുപ്പ് എന്ന ഛന്ദസ്സിലുള്ളതാണ്. പിന്നീട് ബൃഹതി, പങ്ക്തി, തൃഷ്ടുപ്പ്, ജഗതി, അതിഛന്ദസ്, അത്യഷ്ടി, അതിജഗതി, അതിവിരാട് ഇങ്ങനെയുള്ള ഛന്ദസ്സുകൾ നിറഞ്ഞതാണ് ഏത് ഈ ശബ്ദബ്രഹ്മം. ഇപ്പോൾ അതിജഗത് വിരാട്, അതിവിരാട് എന്നൊരു ഛന്ദസ് ഇല്ല. അപ്പോൾ വിരാട് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 24 അക്ഷരങ്ങളിൽ തുടങ്ങി 4 കൂടി വരുന്ന 7 ഛന്ദസ്സുകൾ: ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ടുപ്പ്, ബൃഹതി, പങ്ക്തി, തൃഷ്ടുപ്പ്, ജഗതി. ഇവിടെ അതേപോലെ 52 നിന്ന് തുടങ്ങി 4 കൂടി വരുന്ന അതിജഗതി, ശക്വരി, അതിശക്വരി, അഷ്ടി, അത്യഷ്ടി, ധൃതി, അതിധൃതി എന്നിങ്ങനെയുള്ള 7 ഛന്ദസ്സുകൾ. എന്നിട്ട് പറഞ്ഞു, കിം വിധത്തെ കിമാചഷ്ടേ കിമനൂദ്യ വികൽപ്പയേൽ ഇത്യസ്യാ ഹൃദയം ലോകേ നാന്യോ മദ്വേദ കശ്ചന. പറയാണ്, കിം വിധത്തെ, കിം ആചഷ്ടേ എന്തിനെ ചെയ്യുന്നു, എന്തിനെ പ്രകാശിപ്പിക്കുന്നു, കിം അനൂദ്യ എന്തിനെ ഉദ്ദേശിച്ച് വികൽപ്പയേൽ വികൽപ്പിക്കും, ഇതി എന്നുള്ള അസ്യ ഈ വാക്കിൻ്റെ ഹൃദയം അന്തരാർത്ഥത്തെ ലോകേ മത്ത് കശ്ചന നവേദ ലോകത്തിൽ എന്നെ കൂടാതെ ആരും വേണ്ടതുപോലെ അറിയുന്നില്ല. ഭഗവാൻ പറയുകയാണ്. വാക്കുകളുടെ സ്വരൂപത്തെയും വലിപ്പത്തെക്കുറിച്ചും അറിയാൻ കഴിയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഛന്ദസ്സുകളെ കുറിച്ച് പറഞ്ഞത്. അർത്ഥമറിയാനോ അത് അതിലേറെ പ്രയാസമാണ്. കർമ്മകാണ്ഡത്തിലുള്ള വിധിവാക്യങ്ങൾ കൊണ്ട് വാഗ്രൂപമായിരിക്കുന്ന വേദം എന്തു ചെയ്യണു, ദേവതാകാണ്ഡത്തിലുള്ള മന്ത്രവാക്യങ്ങൾ കൊണ്ട് എന്തിനെ പ്രകാശിപ്പിക്കണു, ജ്ഞാനകാണ്ഡത്തിൽ എന്തിനെ ഉദ്ദേശിച്ചാണ് നിഷേധാർത്ഥത്തെ കൽപ്പിച്ചത്, ഇങ്ങനെയുള്ള ആന്തരമായിരിക്കുന്ന അഭിപ്രായത്തെ ഉദ്ധവ എനിക്കല്ലാതെ ലോകത്തിൽ ആർക്കും അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ജൈമിനി തുടങ്ങിയ മഹർഷിമാർ പോലും ഇതിനെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഭഗവാൻ ഉദ്ധവനോട് അവിടെ പറയുന്നു. മാം വിധത്തെ ഭിധത്തെ മാം വികൽപ്യാപോഹ്യത്തെ ത്വഹം ഏതാവാൻ സർവവേദാർത്ഥ ശബ്ദ ആസ്ഥായ മാം ഭിദാം മായാമാത്രമനൂദ്യാന്തേ പ്രതിഷിധ്യ പ്രസീദതി. മാം വിധത്തെ എന്നെ യജ്ഞരൂപനായിട്ട് കൽപ്പിക്കുന്നു. മാം അഭിധത്തെ എന്നെ പറയുന്നു. വികൽപ്യ ഭേദമായി കാണിച്ചിട്ട് അഹം ഞാൻ തന്നെ അപോഹ്യത്തെ നിഷേധിക്കപ്പെടുന്നു. ശബ്ദ വേദം മാം എന്നെ ആസ്ഥായ ആശ്രയിച്ചിട്ട് ഭിദാം മായാമാത്രം അനൂദ്യ ഭേദത്തെ മായാമാത്രമെന്ന് കാണിച്ചിട്ട് പ്രതിഷിധ്യ തള്ളിക്കളഞ്ഞിട്ട് അന്തേ അവസാനത്തിൽ പ്രസീദതി പ്രസാദിക്കുന്നു. ഏതാവാൻ സർവവേദാർത്ഥ ഇത് മാത്രമാണ് സർവവേദ സാരം എന്ന് ഭഗവാൻ പറയുന്നു. ഞാനല്ലാതെ ആർക്കും വേദത്തെ വേദാർത്ഥത്തെ മനസ്സിലാക്കാൻ സാധിക്കണില്ല. അപ്പോൾ വേദ താല്പര്യം ഇന്നതെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്യണം എന്ന് ഉദ്ധവൻ്റെ മുഖത്ത് നിന്ന് ഭഗവാൻ വായിച്ചെടുത്തു. അങ്ങനെയാണ് ഭഗവാൻ സർവവേദ സാരത്തെ ഒരൊറ്റ ശ്ലോകം കൊണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞത്. കർമ്മകാണ്ഡത്തിൽ യജിക്കേണ്ടതായിട്ടുള്ള ദേവതയായിട്ട് എന്നെ കാണിച്ചു കൊടുക്കുന്നു. ദേവതാകാണ്ഡത്തിൽ എല്ലാവർക്കും ഭജിക്കാനുള്ള ദേവനായിട്ട് എന്നെ നിർദ്ദേശിക്കുന്നു. ജ്ഞാനകാണ്ഡത്തിലോ ആകാശാദി സർവഭൂതങ്ങളും എന്നിൽ നിന്നുണ്ടായി അഹമേവാസമേവാഗ്രേ ഞാൻ അല്ലാതെ മറ്റൊന്നില്ല എന്ന് കാണിക്കുന്നു. പിന്നെ ഭേദത്തെ പറഞ്ഞതിന് ശേഷം നേഹ നാനാസ്തി കിഞ്ചന
ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി, ഒന്നു മാത്രമല്ലാതെ അന്യമായിട്ട് മറ്റൊന്നുമില്ല എന്ന ആ നിഷേധവാക്യം കൊണ്ട് എന്നെ തന്നെ പരമാർത്ഥ സ്വരൂപമായിട്ട് കാണിക്കണം. അതുകൊണ്ട് എല്ലാ വേദവും പറയുന്നതിൻ്റെ സാരം, സർവവേദാർത്ഥ സാരം എന്ന് പറയുന്നത് എന്താ? കാണപ്പെടുന്നത് മുഴുവൻ മായ, അദൃശ്യമായി അവ്യവഹാരമായിട്ടിരിക്കുന്ന ഒരേ ബ്രഹ്മചൈതന്യം, അതുമാത്രം സത്യം. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. അപ്പോൾ ഞാൻ തന്നെ സർവാത്മാവായിരിക്കുന്നവൻ എന്ന് അനുഭവപ്പെടുത്തിയിട്ട് ഓം എന്ന ഒരു വാക്കുകൊണ്ട് എന്തിനെയാണോ പറഞ്ഞത് അതിൻ്റെ സ്വരൂപത്തെ തന്നെയാണ് മറ്റ് വാക്കുകൾ കൊണ്ടും വിവരിച്ചത്. ഈ സാരമറിയാത്ത ആളുകൾ പ്രാണികളെ കൊല്ലാനും വേദത്തെ പ്രമാണമാക്കി നിശ്ചയിക്കും. ഇപ്പോൾ പ്രാണികളെ കൊല്ലാൻ ഒരിക്കലും വേദം പറയുന്നില്ല. വിഷയസുഖങ്ങളിൽ തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും അനുഭവിക്കാനും അതിന് വേദത്തെ പ്രമാണമാക്കുന്നു. അത് വേദത്തിൻ്റെ കുറ്റമല്ല, പിന്നെ അതിനെ അത്തരത്തിൽ സ്വീകരിക്കുന്ന, അതിനെ കാണുന്ന ആളുകളുടെ കുറ്റമാണ്. വിഷയസുഖങ്ങളിൽ തൃപ്തിപ്പെടാതെ വേദത്തെ അവർ പ്രമാണമാക്കി ഉപയോഗിക്കുന്നു. ശരിയായി വേദത്തെ അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. സർവഥാ വിഷയവാസനകളെ ഉപേക്ഷിച്ച്, എല്ലാ തരത്തിലുള്ള വിഷയ സുഖങ്ങളെയും ഉപേക്ഷിച്ച് അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി ഉപദേശിക്കണു. അതാണ് വേദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വേദത്തിൻ്റെ ആന്തരതത്വം എന്നുള്ളത് ഉദ്ധവ ഇതാണ്. എല്ലാം ഉപേക്ഷിച്ച് എന്നിൽ മാത്രം വിശ്വസിച്ച് ഞാൻ മാത്രമാണ് നിത്യസത്യമെന്ന് തിരിച്ചറിഞ്ഞ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് ഉറപ്പിച്ച് ജീവിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു. അതോടുകൂടി ഏകാദശ സ്കന്ധത്തിലെ ഗുണദോഷ നിരൂപണം എന്ന 21ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നു. നാളെ നമുക്ക് 22ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.